നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 49. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗവത മാഹാത്മ്യം അധ്യായം 6 46 ശ്ലോകമാണ്. ഭാഗം 49, അത് മറക്കും വേണ്ട. അപ്പോൾ നമ്മൾ 45 ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. ഏതാ? ബ്രഹ്മചര്യം അധ സുപ്തി പത്രാവല്യാം ച ഭോജനം കഥാസമാപ്തോ ഭുക്തിം ച കുര്യാൻ നിത്യം കഥാവ്രധി. എന്താ? സ്ത്രീ സംയോഗാദികളെ വിട്ടിരിക്കണം, വെറും നിലത്തായിരിക്കണം കിടപ്പ്, ഇലയിലൂണ് കഴിക്കണം, എല്ലാ ദിവസവും കഥാശ്രവണാന്തരമേ ഭക്ഷണം കഴിക്കാവൂ. അതാണോ നടക്കണത്? കഥാശ്രവണം കഴിഞ്ഞതിന് ശേഷം ലഘു ഭക്ഷണം കഴിക്കാമെന്നാണ്. ഇന്ന് അങ്ങനെയല്ല, ഒക്കെ കയ്യിൽ നിന്ന് വിട്ടുപോയി. സാരമില്ല, പോട്ടെ. ഇനി നമുക്ക് 46 ശ്ലോകം. ഇത് പ്രധാനമാണ്. ദ്വിതളം മധുതൈലം ച ഗരിഷ്ഠാനം തദൈവ ച ഭാവദുഷ്ടം പരുഷിതം ജഹ്യാ നിത്യം കഥാവ്രതി. ദ്വിതളം മധുതൈലം ച ഗരിഷ്ഠാനം തദൈവ ച ഭാവദുഷ്ടം പരുഷിതം ജഹ്യാ നിത്യം കഥാവൃതി. ഞാൻ എന്നോട് എൻ്റെ ഗുരുനാഥൻ അമേച്വറായിട്ട് പോയാൽ മതി, പ്രൊഫഷണലായിട്ട് പോകരുതെന്നൊക്കെ പറയാൻ കാരണം, ഞാനൊരു പ്യൂർ വെജിറ്റേറിയൻ മാത്രമല്ല, കഴിയണതും ഉത്തമമായിട്ടുള്ള ആഹാരം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഈ രജോ ഗുണം തമോ ഗുണമുള്ളതിനെ വർജിക്കണം, പ്രത്യേകിച്ച് സപ്താഹയജ്ഞത്തിൽ. ഇതൊന്നും ആരും ചെയ്യണില്ല എന്ന് ഞാൻ ദുഃഖത്തോടു കൂട്ടാണ് പറഞ്ഞത്. അതിനനുസരിച്ചിട്ട് തന്നെ എത്ര സപ്താഹം കേട്ടാലും നമ്മൾക്ക് കൂടെ നന്മയല്ല ഉണ്ടാവണത്, തിന്മ ഉണ്ടാവണത്. അത് കാരണം എന്താ? സ്വഭാവദൂഷ്യം, ആഹാരവിശുദ്ധി ഇല്ലായ്മ എന്ന് പറയും. ആഹാരവിശുദ്ധിയാണ് നല്ലൊരു മനസ്സിന് ആവശ്യം. യു ടേക്ക് ഇറ്റ് ഫ്രം മീ. അപ്പോൾ ദ്വിതളം എന്ന് പറഞ്ഞാൽ 2 ഇതളായിട്ട് നിൽക്കുന്ന പരിപ്പ് മുതലായിട്ട് കടല, തുവരപ്പരിപ്പ്, പിന്നെ മൈസൂർ ദാള് ഒക്കെ അതിൽ പെടും. കടലപ്പരിപ്പ്, ഉഴുന്ന്, ഇതൊക്കെ രജോ ഗുണം വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞ ഉഴുന്ന്, ചെറുപയറ് മുതലായ ധാന്യങ്ങളെയും തേന്, നല്ലെണ്ണ, ശർക്കര മുതലായ ചേർത്തുണ്ടാക്കിയ ഗുരുത്വദ്രവ്യങ്ങളെയും ദുഷ്ടമനസ്സുള്ളവർ നൽകുന്ന പദാർത്ഥങ്ങളെയും തലേനാൾ ഭജിച്ചതിനെയും ഉപയോഗിക്കാതിരിക്കണം. ഒന്നും കൂടി ഞാൻ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഉഴുന്ന്, അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പാടില്ല, ആർക്കും അറിയില്ല, അതുകൊണ്ടാണ്. ചെറുപയർ മുതലായ ധാന്യങ്ങളെയും, അപ്പോൾ അതിൽ ഈ കടലപ്പരിപ്പും തുവരപ്പരിപ്പൊക്കെ വന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കുന്ന മോരുപാർന്ന കൂട്ടാൻ, പിന്നെ ഉണങ്ങച്ചോറ് മാത്രമേ പറഞ്ഞുള്ളൂ. പുഴുങ്ങച്ചോറൊന്നും സപ്താഹത്തിന് വയ്ക്കാൻ പാടില്ല. അതൊക്കെ എന്താ? സ്വാദാണ്, ആധ്യാത്മികം ഒന്നുമില്ല അതിൽ. എന്ത് ആഹാരം കഴിക്കണോ അതിൻ്റെ സൂക്ഷ്മാംശമാണ് മനസ്സായിട്ട് മാറുക. അപ്പോൾ ക്ഷേത്ര പരിപാലനത്തിന് ഉതകുന്ന ആഹാരങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകം ശ്രദ്ധിക്കാത്തതും ഇന്നത്തെ കാലത്ത് അതാണ്. ഇതിപ്പോൾ ഞാൻ ഒരു കമ്മിറ്റിയിൽ പറഞ്ഞാൽ, സാറ് എവിടുന്നാണ് വരുന്നത്? ഇതുവരെ വന്ന ആശാന്മാരൊന്നും ഇത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റും. ഇത് സാറ് പറഞ്ഞ് ഞങ്ങൾക്ക് കൂട്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അവിടെ ഇരുന്നിട്ട് ഭാഗവതം കൊണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ കാശ് വേണ്ട, സ്വയം ഒഴിഞ്ഞതാണ് ഞാൻ.
എന്നെക്കൊണ്ട് മറ്റുള്ളവരുടെ പ്രാക്ക് വാങ്ങാൻ വയ്യ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ഒരു ചോറും കറിയും വെച്ചാൽ ആൾക്കാർ ഇറങ്ങിപ്പോയാൽ ഞാനെന്താ ചെയ്യുക? എന്തിനീ പാപം ഏൽക്കണത്? നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളും. അതിൻ്റെ ഫലം നിങ്ങൾക്ക്. പഠിക്കണ്ടെന്നും പഠിച്ചത് പറയില്ല എന്നും ആചാര്യന്മാരും തീരുമാനിച്ചു, പബ്ലിക്കും തീരുമാനിച്ചു. പിന്നെ എനിക്കെന്താ അതിന് പറയാനുള്ളത്? ഇതിപ്പോൾ എൻ്റെ നാട്ടുകാരി ഒന്നിങ്ങനെ കണഞ്ഞ് എന്താണെന്ന് പറയുക, ഒന്ന് നിർബന്ധിച്ചു. തട്ടിക്കളയാൻ പാടില്ല. കാരണം എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം എന്നെ മനസ്സിലാക്കും. അത് പാടില്ല. എന്നെ നേരെ പോലെ മനസ്സിലാക്കിയാൽ മതി. വീഴുമ്പോൾ കൈയും കാലും ഉടയ്ക്കാണ്ട് നോക്കണം അദ്ദേഹം, വേണ്ടേ? അതിനു വേണ്ടി ഞാൻ മുന്നേറുന്നു എന്ന് മാത്രം. അപ്പോൾ വളരെ സങ്കടത്തോടു കൂട്ടാണ് പറഞ്ഞത്. ഉഴുന്ന്, ചെറുപയർ മുതലായ ധാന്യങ്ങളെയും തേന്, നല്ലെണ്ണ, ശർക്കര മുതലായവ ചേർത്തുണ്ടാക്കിയ ഗുരുത്വദ്രവ്യങ്ങളെയും ദുഷ്ടമനസ്സുള്ളവൻ നൽകുന്ന പദാർത്ഥങ്ങളെയും. അതെങ്ങനെയാണ് പറയാം? നമ്പർ 2 ബിസിനസ്സുള്ള ഒരാൾ ആണ് എല്ലാ ദിവസത്തെയും അന്നദാനം വെച്ചാൽ ആ അന്നദാനം കഴിച്ചുകൊണ്ട് ആർക്കും ഗുണമുണ്ടാവില്ല. തന്നെ ആചാര്യനായാലും ശരി, പൗരാണികനാണെങ്കിലും ശരി, ഗുരുദോഷാണേ. നമ്പർ 2 വേണ്ട വെക്കണേ. സപ്താഹം കഴിച്ചില്ലെങ്കിൽ വേണ്ട, സ്വാധ്യായം ചെയ്ത് ജീവിച്ചോട്ടെ ആൾക്കാർ. അപ്പോൾ പദാർത്ഥങ്ങളെയും തലേനാൾ പചിച്ചതിനെയും ഉപയോഗിക്കാതിരിക്കണം. 47-ാമത്തെ ശ്ലോകം. വൃന്ദാകം ച കലഞ്ചകം ച ദഗ്ധപന്നം മസൂരിക നിഷ്പാവാധ്യാമിഷം ചൈവ വർജയേധ്യാഘതാവ്രതി. വൃത്താകം ച കലഞ്ചം ച ദഗ്ധമന്നം മസൂരിക നിഷ്പാവാധ്യാമിഷം ചൈവ വർജയേധ്യ കഥാവ്രതി. വഴുതിനങ്ങ, കഞ്ചാവ്, കരിഞ്ഞ പദാർത്ഥം, കയ്പയ്ക്ക, അവരയ്ക്ക മുതലായവ, മാംസം എന്നിവയെ വർജിക്കണം. അപ്പം എന്ത് ചെയ്യും? വഴുതനങ്ങ പാടില്ല. അപ്പോൾ പറയും സാമ്പാറിന് കൊഴുപ്പ് എങ്ങനെ ഉണ്ടാവുകയാണ്. കഞ്ചാവ് അല്ലേ, പാടില്ല. കരിഞ്ഞ പദാർത്ഥം ഒന്നും പാടില്ല. കയ്പയ്ക്ക പറ്റില്ല, അവരയ്ക്ക പറ്റില്ല മുതലായവ എക്സെട്ര മാംസം എന്നിവയെ വർജിക്കണം. ഞാൻ ഭാഗവതത്തിലുള്ളതാട്ടോ പറഞ്ഞത്. എനിക്ക് നിങ്ങളോട് ആരോടും ദേഷ്യമില്ല കേട്ടോ. ഞാൻ അത് മണുള്ള എന്നപ്പോൾ എന്താ മറ്റുള്ളവർ പൂണൂലുള്ളവരൊന്നും ഇത് പറയാത്തത് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ അവരെ കുറ്റം പറയല്ല. അവർ പറയില്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ 48-ാമത്തെ ശ്ലോകം. പാലാണ്ടും ലശുനം ഹിങ്കു മൂലകം കൃഞ്ചനം തഥാ നാളികാമൂലകൂഷ്മാണ്ഡം നൈവാദ്യാധ്യ കഥാവ്രതി. പാലാണ്ടും ലശുനം ഹിങ്കു മൂലകം കൃഞ്ചനം തഥാ നാളികാമുൽകുഷ്മാണ്ഡം നൈവാദ്യാധ്യ കഥാവ്രതി. ചുവന്ന ഉള്ളി പറ്റില്ല. പിന്നെ ചുവന്ന ഉള്ളി അല്ലാണ്ട് എങ്ങനെ സാമ്പാർ വയ്ക്കുക? എങ്ങനെ അപ്പം ഞാൻ കേട്ടത്, ഒരു സ്ഥലത്ത് ഞാൻ ഒരാളുടെ ഒപ്പം പോയി സപ്താഹത്തിന്. പ്രധാന പ്രധാന പൗരാണികൻ എന്നുള്ള നിലയ്ക്ക് വലിയൊരു പിന്നെ എന്താണെന്നാ പറയുക, റെക്കമെൻഡേഷനിലാണ് പോയത് ഞാൻ. കാരണം ഞാൻ പൗരാണികനല്ല, പക്ഷെ ഒരാളെ സഹായിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഏതോ ഒരു മികച്ച ഹോട്ടലിൽ നിന്നാണ് ഫുഡ് വരുന്നത്. ഉള്ളി സംബന്ധി എടുക്കൂന്നായി. ഉള്ളി സംബന്ധി എടുക്കൂ. ഞാനൊന്ന് തരിച്ചു പോയി. കാരണം എന്താ, ഞാൻ ബോംബെയിലുള്ള ആൾ. അപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാരെ എനിക്ക് വലിയ ബഹുമാനമാണ്. അവരാണ് പറഞ്ഞത് ഉള്ളി സംബന്ധി കൊണ്ടുപോകുന്നത്. എനിക്ക് വേണ്ട പറഞ്ഞു. എനിക്ക് എൻ്റെ കാര്യത്തിലേ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചുവന്ന ഉള്ളി, വെളുത്തുള്ളി, കായം. അപ്പോൾ സാമ്പാർ വയ്ക്കാൻ പാടുമോ? കായം. അതേമാതിരി മാങ്ങ കൊണ്ട് ഉപ്പിലിട്ടുണ്ടായ കായിടും. അപ്പോൾ അത് ഇടാൻ പാടില്ല. ആർക്കറിയാന്ന്? അപ്പം എന്നോട് ചില പറയും, നമ്പൂതിരിമാരോട്ടോ ദഹനം കേമാണേ. ഓ ശരി, ഇതൊക്കെയാണ് കൊണ്ടുവരിക. അപ്പോൾ ചുവന്ന ഉള്ളി, വെളുത്തുള്ളി, കായം, മുള്ളങ്കി, മുരിങ്ങക്കായ സാമ്പാർ, മുരിങ്ങക്കായ, താമര വലയം, കുമ്പളങ്ങ മുതലായവയെ ഭക്ഷിക്കരുത്. എന്താ കുമ്പളങ്ങ ഭക്ഷിച്ച കുഴപ്പം? കുഷ്മാണ്ഡ രസായനം ശരീരത്തിന് നല്ലതല്ലേ?
അതെ, പക്ഷേ ഈ ഭാഗവതം സാത്വിക ആഹാരങ്ങളെ പാടുള്ളൂ. അതായത് തമോ ഗുണവും രജോ ഗുണവും ഉണ്ടാക്കുന്ന ആഹാരങ്ങളെ ത്യജിക്കണം എന്നാ. ഇതിപ്പോൾ ആർക്കറിയാം? വേദവ്യാസർക്കറിയാം. അതുകൊണ്ട് ഈ പത്മപുരാണത്തിലുള്ളതൊക്കെ അദ്ദേഹം ഇവിടെ പിടിച്ച് സെറ്റ് ചെയ്തു. 6 അധ്യായങ്ങൾ, ഒരു കഥ മുഴുവൻ അല്ലേ. അപ്പോൾ അതൊന്നും സാരില്ലാന്ന് ഒരു കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ ഒരു ആചാര്യനോ പറഞ്ഞാൽ വേദവ്യാസർ പറഞ്ഞത് അല്ല ശരിയെന്നായില്ലേ? പിന്നെ ഇത് വായിച്ചിട്ട് എന്ത് മനസ്സിലാക്കാനാണ് നമ്മൾ? അപ്പോൾ ചുവന്ന ഉള്ളി, വെളുത്ത ഉള്ളി, കായം, മുള്ളങ്കി, മുരിങ്ങക്കായ, താമരവലയം, കുമ്പളങ്ങ മുതലായവ എക്സെട്ര ഉപയോഗിക്കാൻ പാടില്ല. ദ്വിപാചിതം സൂതകാന്നം ലവണം തഥാ മത്സ്യമാംസമജാ ദുഗ്ധം പല്വലോദം ച വർജയേത്. എന്താ? ദ്വിപാചിതം സൂതകാന്നം ലവണം തഥാ മത്സ്യമാംസമജാ ദുഗ്ധം പല്വലോദം ച വർജയേത്. 2 പ്രാവശ്യം പചിച്ച സാധനം വേവിച്ചിട്ട് വേവിക്കുക, അത് പാടില്ല. അതാണ് ദ്വിപാചിതം. നിങ്ങൾ എന്തർത്ഥെടുത്താലും എനിക്ക് കുഴപ്പമില്ല. 2 പ്രാവശ്യം പചിച്ച സാധനം പെറ്റപുലയുള്ളവരുടെ ഗൃഹത്തിൽ വെച്ചുണ്ടാക്കിയ പദാർത്ഥം, പെറ്റപുല ഉള്ളവരിൽ നിന്നും അതുണ്ടായത്. ഉപ്പ്, ഇന്ദുപ്പ്, മത്സ്യം, മാംസം, ആട്ടിൻപാൽ, അല്പജലമുള്ള തടാകത്തിലെ വെള്ളം പാടില്ല. കുറച്ച് വെള്ളമുള്ളൂ, ഇവയെ ഉപേക്ഷിക്കണം. പാക കുഴങ്ങി എന്നാണ് തോന്നണല്ലേ? സാരില്ല, നിങ്ങൾ കേട്ടു നോക്കണ്ട, ഞാനെന്താ ചെയ്യുക, എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടുത്തത് എല്ലാവരും നിന്നെ തല്ലാൻ വരും. 50-ാമത്തെ ശ്ലോകം. കാമം ക്രോധം മദം മാനം മത്സരം ലോഭമേവ ച ദമ്പം മോഹം തഥാ ദ്വേഷം ദൂരയേശകഥാവ്രതി. കാമം ക്രോധം മദം മാനം മത്സരം ലോഭമേവ ച ദമ്പം മോഹം തഥാ ദ്വേഷം ദൂരയേശകഥാവ്രതി. കാമക്രോധ മതമാന മത്സര ലോഭ ദമ്പ മോഹ ദ്വേഷാദി വൃത്തികളെ മനസ്സിൽ നിന്ന് അകറ്റണം. സ്റ്റേജിലുള്ളവരും സ്റ്റേജിൻ്റെ താഴെയുള്ളവരും. പിന്നെ കമ്മിറ്റിക്കാരും എല്ലാവരും. കാമം ക്രോധം മത മാന മത്സര ലോഭ ദമ്പ മോഹ ദ്വേഷാദി വൃത്തികളെ മനസ്സിൽ നിന്ന് അകറ്റണം. എന്നിട്ട് മതി പരിപാടിക്കാന്ന്, നിങ്ങളുടെ ഇഷ്ടപ്പോലെ കേട്ടോ. പിന്നെ 51-ാമത്തെ ശ്ലോകം. വേദവൈഷ്ണവ വിപ്രാണാം ഗുരുഗോവ്രതിനാം ദദാ സ്ത്രീരാജമഹതാം നിന്ദാം വർജയേധ്യഗതാവ്രതി. ഈ ഭാഗവതം ആകെ മൊത്തം ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലാണ്ട് തെങ്ങിൻ്റെ മുകളിൽ മയക്ക വെച്ച് പറയാനുള്ളതല്ല. അത് സനാതനധർമ്മം, ഭാരതീയ തത്വശാസ്ത്രങ്ങളാണ് ശാസ്ത്രീയമായി അപഗ്രന്ഥിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. ഇതറിയാണ്ട് പോയത് മോശമായി. വേദവൈഷ്ണവ വിപ്രാണാം ഗുരുഗോവ്രതിനാം തഥാ സ്ത്രീ രാജമഹതാം നിന്ദാം വർജയേധ്യഗതാവ്രതി. കഥാവ്രതം ദീക്ഷിച്ചിരിക്കുന്ന ആള്, കഥാവ്രതം ദീക്ഷിച്ചിരിക്കുന്ന ആൾ, വേദങ്ങൾ, നാരദാദി വിഷ്ണുഭക്തന്മാർ, ബ്രാഹ്മണരെ, ആചാര്യനിലും പശുക്കളിലും ഭക്തിയുക്തന്മാരായിരിക്കുന്നവർ, പതിവ്രതാ സ്ത്രീ, പരിപാലനകർത്താവായ രാജാവ്, യോഗതപപ്രഭാവം നിമിത്തം പൂജന്മാരെന്ന് സുപ്രസിദ്ധന്മാരായ മഹാന്മാർ ഇവരെ അധിക്ഷേപിക്കാതിരിക്കണം. അതായത് യജ്ഞവേദിയിലുള്ളവരെ അധിക്ഷേപിക്കരുത്. വേദങ്ങൾ, നാരദാദി വിഷ്ണുഭക്തന്മാർ, ബ്രാഹ്മണർ, ആചാര്യനെ, പശുക്കളെ, ഭക്തിയുക്തന്മാർ, പതിവ്രതാ സ്ത്രീകളെ, പരിപാലനകർത്താവായ രാജാവിനെ, യോഗതപപ്രഭാവം നിമിത്തം പൂജ്യന്മാരെന്ന് സുപ്രസിദ്ധന്മാരായ മഹാന്മാർ ഇവരെ അധിക്ഷേപിക്കാത്ത ആൾക്കാരായിരിക്കണം. എന്നും അധിക്ഷേപിക്കരുത്. 7 ദിവസം മാത്രം പറയാം. എന്നും സ്ത്രീകളെ അധിക്ഷേപിക്കരുത്. എന്നാൽ പിന്നെ സപ്താഹം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെയല്ലേ?
കഥാശ്രവണ കാലത്തിൽ ഒട്ടും വയ്യ എന്നാണ് ആശയം. അടുത്തത് 52ാമത്തെ ശ്ലോകം. രജസ്വലാന്ത്യജന്മേ രജസ്വല അന്ത്യജ മ്ലേച്ഛ പതിത വ്രാതകൈസ്തഥാം ദ്വിജദ്യുഢോദബാഹൈശ്ച ന വദേദ്യഗതാവ്രതി. ഒന്നുകൂടി പറയാം. രജസ്വല അന്ത്യജ മ്ലേച്ഛ പതിത വ്രാതകൈസ്തഥ. അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ദ്വിജദ്യുഢോദബാഹൈശ്ച ന വദേദ്യ കഥാവ്രതി. കഥാവ്രതം ദീക്ഷിച്ചിരിക്കുന്ന ആള്, അതായത് കഥ കേട്ടോളാം എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ച ആള്, രജസ്വലയായ സ്ത്രീ, മാസമുറ ഉള്ള സ്ത്രീ, ചണ്ടാളാദികൾ, ഗോബ്രാഹ്മണാദി വധം നിമിത്തം പതിതന്മാരായവർ, ബ്രാഹ്മണരെയും പശുക്കളെയും കൊന്നിട്ടുള്ളവർ അല്ലെങ്കിൽ മുറിച്ച് വിൽക്കണവർ, സംസ്കാരഹീനന്മാർ, ബ്രാഹ്മണദ്വേഷികൾ, വേദപ്രമാണങ്ങളെ സ്വീകരിക്കാത്ത ജൈനന്മാർ മുതലായവർ ഇവരോട് സംഭാഷണം ചെയ്യരുത് കഥാശ്രവണം ചെയ്യുമ്പോൾ. അതൊക്കെ ഒരു പ്രാവശ്യം വായിച്ചാൽ മതി അല്ലേ? അല്ല പറഞ്ഞാൽ മതി, നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് കഴിഞ്ഞ് 53 എന്താ പറഞ്ഞത്? സത്യം ശൗചം ദയാം മൗനം ആർജവം വിനയം തഥാ ഉദാരമാനസം തത് അതേവം കുര്യാൽ കഥാവ്രതി. അവിടെ ഒരു കൂട്ടക്ഷര തദ്വദേവം എന്ന. അപ്പോൾ സത്യം ശൗചം ദയാം മൗനം ആർജവം വിനയം തഥാ ഉദാരമാനസം തത് അദ്ദേവം കുര്യാൽ കഥാവ്രതി. തദ്വദേവം കുര്യാൽ കഥാവ്രതി. ഞാൻ ഇനി പ്രശ്നം ഉണ്ടാക്കുന്നില്ല. മുറിച്ച് അത് തെറ്റായാൽ മോശമല്ല, എനിക്ക് മോശം. അപ്പോൾ സത്യമേ പറയാവൂ. ദേഹശുദ്ധി ഉണ്ടായിരിക്കണം. സത്യമേ പറയാവൂ, ദേഹശുദ്ധി ഉണ്ടായിരിക്കണം. ദുഃഖിതന്മാരിൽ ദയ ഉണ്ടായിരിക്കണം. ദുഃഖിതന്മാരെ ദേഷ്യപ്പെടുത്തത്. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാവൂ. കപടമുണ്ടായിരിക്കരുത്. വിനയമുണ്ടായിരിക്കണം. മനസ്സിനെ ഉദാരമാക്കണം. അല്ല എങ്ങോട്ടാ പോണ്? സപ്താഹ മരുന്ന് വാങ്ങാൻ കാശില്ല, ഒരു 50 ഉറുപ്പിക തരുമോ? അയ്യോ തടാ, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. കയ്യിലുണ്ടായിട്ടും പേഴ്സ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി ഇരുന്നിട്ട് കഥ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഉദാര മനസ്സാവണം. കാരണം ആരാ ചോദിക്കണത്? അയാൾ കള്ളനോ കൊള്ളക്കാരനോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അയാൾക്കും ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ആരാ? ഈശ്വരൻ. അപ്പോൾ ഒരു ഈശ്വരൻ ആണ് ഈശ്വരീയ കഥ കേൾക്കാൻ പോകുന്ന ഒരാളോട് 50 ഉറുപ്പിക ചോദിക്കണം. അത് കൊടുക്കാണ്ട് അവിടെ പോയി ചോദിച്ചിട്ട് പോയി ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല. അതാണ് മനസ്സിനെ ഉദാരമാക്കണം. ഇതുപോലെയുള്ള മറ്റ് സൽഗുണങ്ങളെയും ശീലിക്കണം. ഇവിടെ പറഞ്ഞതും പറയാത്തതുമായ മറ്റ് സൽഗുണങ്ങൾ ശീലിക്കണം. 54ാമത്തെ ശ്ലോകം. ദരിദ്രശ്ച ക്ഷയീ രോഗി നിർഭാഗ്യ പാപകർമ്മവാൻ അനപത്യോ മോക്ഷകാമ ശൃണുയാശ കഥാമിമാം. ആരൊക്കെയാണ് കഥ കേൾക്കേണ്ടത്? ദരിദ്രശ്ച ക്ഷയീ രോഗി നിർഭാഗ്യ പാപകർമ്മവാൻ അനപത്യോ മോക്ഷകാമ ശൃണുയാശ്ച കഥാമിമാം. വിശേഷിച്ചും കഥാശ്രവണം ചെയ്യേണ്ടവരാണെന്ന് നിർദ്ദേശിക്കുന്നു. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന് പറഞ്ഞ പോലെ ഇവിടെ വിശേഷിച്ച് കഥ കേൾക്കേണ്ടവരാരൊക്കെയാണ്? ദാരിദ്ര്യ ദുഃഖമുള്ളവർ, ക്ഷയരോഗമുള്ളവർ. പണ്ടത്തെ കാലത്ത് ക്യാൻസർ അധികം ഉണ്ടായിരുന്നില്ല, ക്ഷയം. ഭാഗ്യഹീനന്മാർ, പാപം ചെയ്തിട്ടുള്ളവൻ, സന്താനമില്ലാത്തവർ, മോക്ഷേച്ഛുക്കൾ. രണ്ടും വൈപരീത്യങ്ങളാട്ടോ, എക്സ്ട്രീം എൻഡുണ്ട്. അവരൊക്കെ കേൾക്കണം. ഇവരെല്ലാം ഈ കഥ കേൾക്കണം. മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്ക് കഥാശ്രവണം പ്രായശ്ചിത്ത കർമ്മമാകുന്നുവെന്ന് സാരം. എന്തിനും ഏതിനും പ്രായശ്ചിത്താണ് ഭാഗവതം പഠിക്കുക. പഠിച്ചാൽ പോരാ, അതേപോലെ ജീവിക്കുക. നമ്മൾ ഒരു വേർപാടിനും പോകേണ്ട ആവശ്യമില്ല. ഒരു പരിഹാരക്രിയയ്ക്കും പോകേണ്ട ആവശ്യമില്ല.
ക്ഷേത്രത്തിൻ്റെ നാലുപുറമുള്ളവരെ അല്ലെങ്കിൽ അതാത് ദേശത്തുള്ളവരെ ഭാഗവതം പഠിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ പഠിക്കണില്ലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ദാരിദ്ര്യ ദുഃഖമുള്ളവരെ, ക്ഷയരോഗം ഉള്ളവരെ, ഭാഗ്യഹീനന്മാർ, പാപം ചെയ്തിട്ടുള്ളവന്, സന്താനമില്ലാത്തവർ, മോക്ഷേച്ഛയുള്ളവൻ, ഇവരെല്ലാം ഈ കഥ കേൾക്കണം. മേൽപ്പറഞ്ഞ ദോഷങ്ങൾക്ക് കഥാശ്രവണം പ്രായശ്ചിത്ത കർമ്മമാകുന്നുവാണെന്ന് സാരം. 55-ാമത്തെ ശ്ലോകം. അപുഷ്പാ കാകവന്ധ്യാച വന്ധ്യായാച മൃതാർഭഗാം സ്രവഗർഭാചയാ നാരീ തയാ ശ്രാവ്യാ പ്രയത്നതാം. എന്താണ്? അപുഷ്പാ കാകവന്ധ്യാച വന്ധ്യായാച മൃതാർഭഗാ സ്രവഗർഭാചയാ നാരീ തയാ ശ്രാവ്യാ പ്രയത്നതാം. ഏത് തരത്തിലുള്ള സ്ത്രീകളാണ് വിശേഷിച്ചും കഥ കേൾക്കേണ്ടവർ എന്ന് കാണിക്കണം. സമുചിത കാലത്തിൽ ഋതുവാകാത്തവൾ. ശ്രദ്ധിക്കണം, എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? സമുചിത കാലത്തിൽ പ്രായമായിട്ടും മാസമുറ തുടങ്ങാത്തവർ, സമുചിത കാലം ഋതുവാകാത്തവൾ, ഋതുമതി ആവാത്തവൾ, ഒന്ന് മാത്രം പ്രസവിച്ചു പിന്നെ പ്രസവമില്ലാതെ ഇരിക്കുന്നവൾ. അങ്ങനത്തെ ഒരാളെങ്കിൽ ഇപ്പോൾ ഇന്ന് ഒരു കുട്ടി മതി എന്ന് ഇരിക്കുന്നവരൊക്കെ തെറ്റാന്നുള്ളത് ഒന്നുമില്ലേ? പിന്നെ ഇപ്പോൾ നമ്മൾ മറ്റുള്ളവർ മെജോറിറ്റിയായി നമ്മൾ മിനോറിറ്റിയായി പറഞ്ഞ് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുട്ടികളെ പ്രസവിക്കുക എന്നുള്ളത് സ്ത്രീകളുടെ എന്താ പറയുക ഉത്തരവാദിത്തമാണ്. സ്ത്രീകളിൽ നല്ല കുട്ടികളെ ജനിപ്പിക്കുക എന്നുള്ളത് പുരുഷന്മാരുടെ വകതിരിവിൽ വരും. അപ്പോൾ ഇവിടെ പറഞ്ഞു ഒന്ന് പ്രസവിച്ചു പിന്നെ പ്രസവിക്കാത്തവർ, പ്രസവം തന്നെ ഇല്ലാതെ കണ്ടായിട്ടുള്ളവർ, പെറ്റ കുട്ടികളെല്ലാം മരിക്കുന്നത് കൊണ്ട് ദുഃഖിക്കുന്നവർ, ഗർഭം 2-3 മാസം കഴിഞ്ഞാൽ ശ്രവിച്ചു പോകുന്നവൾ, ഈ തരത്തിലുള്ള സ്ത്രീകൾ എത്ര കഷ്ടപ്പെട്ടിട്ടെങ്കിലും കഥാശ്രവണ രൂപമായ പ്രായശ്ചിത്തം നടത്തണം. ഇത് പ്രായശ്ചിത്താണ്. ഇപ്പോൾ നമ്മൾ വെറുതെ ഫെർട്ടിലിറ്റി സെൻറ്ററിൽ പോയിട്ട് 1 ലക്ഷം 2 ലക്ഷമൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ കുത്തിവെച്ചിട്ട് ആവുന്നതിന് പകരം സ്വതസിദ്ധമായ രീതിയിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ സ്ത്രീ പുരുഷ വൈശ്യശൂദ്ര സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കണ്ട് 1500 ഉറുപ്പ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിലെ ഗോപാലൻ നായർ അദ്ദേഹത്തിൻ്റെ 8 വോളിയുള്ള ഭാഗവത ആഖ്യാനം കിട്ടും. അതെടുത്ത് വായിക്കുക. സമചിത്തത വിടാതെ കണ്ടിരിക്കുക, രക്ഷപ്പെടാം. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടെങ്കിലും കഥാശ്രവണ രൂപമായ പ്രായശ്ചിത്തം നടത്തണമെന്നാണ്. അപ്പോൾ കഥാശ്രവണം ചെയ്യാത്ത കാശ് മാത്രം ചെലവഴിച്ചുള്ള പ്രായശ്ചിത്തം ലാഭം കാണാണ്ടിരിക്കാനുള്ള കാരണം വേണ്ടത് നമ്മൾ ചെയ്തിട്ടില്ല എന്നാണ്. 56-ാമത്തെ ശ്ലോകം. ഏതേന വിധിനാ ശ്രാവേ തദക്ഷയ്യതരം ഭവേത് അത്യുത്തമാ കഥാ ദിവ്യാ കോടിയജ്ഞഫലപ്രദാം. ഏതേന വിധിനാ ശ്രാവേ തദക്ഷയ്യതരം ഭവേത് അത്യുത്തമാ കഥാ ദിവ്യാ കോടിയജ്ഞഫലപ്രദാം. എന്താ പറഞ്ഞത്? മുകളിൽ പറഞ്ഞ വിധി പ്രകാരം ശ്രവണം സാധിച്ചിരുന്നാൽ അക്ഷയമായ ബലം ലഭിക്കും. മുകളിൽ പറഞ്ഞ വിധിപ്രകാരം ശ്രവണം സാധിച്ചാൽ അക്ഷയം, ക്ഷയിക്കാത്തതെന്നർത്ഥം, ഫലം ലഭിക്കും. ഈ കഥാശ്രവണം തീർത്ഥസ്നാനം, യോഗാനുഷ്ഠാനം മുതലായ കർമ്മങ്ങളെക്കാൾ എത്രയും ശ്രേഷ്ഠമാകുന്നു. ഇത് ഇല്ലേ? ഇപ്പോൾ എത്രയോ ആൾക്കാർ ഈ മഴക്കാലത്ത് മാത്രം ഒരു 4 മാസം അങ്ങോട്ടും പോകുന്നുണ്ടാവില്ല, ബാക്കി 8 മാസം യാത്രകൾ ചെയ്യണ ദമ്പതികളുണ്ട്. ആവശ്യമില്ല. കാരണം നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങളൊന്നും സ്ഥിരമായിട്ടുണ്ടാവില്ല. പിന്നെ എന്താ ഉള്ളത്? ദൃശ്യത്തിൽ ഭ്രമിക്കരുതെന്നാണ് പറഞ്ഞത്. പിന്നെ വെറുതെ കാശ് ചിലവാക്കാൻ വേണ്ടി എന്തിനാണ് യാത്ര ചെയ്യണത്? അതുകൊണ്ടാണ് പറഞ്ഞത്
ഈ കഥാശ്രവണം തീർത്ഥസ്നാനം യോഗാനുഷ്ഠാനം മുതലായ കർമ്മങ്ങളെക്കാൾ എത്രയും ശ്രേഷ്ഠമാകുന്നു. അവനവൻ്റെ നാട്ടിലുള്ള ക്ഷേത്രത്തിൽ സപ്താഹം ചെയ്ത് സമാധാനം കിട്ടാത്തവർ ചതുർധാമ് പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. അത് ആചാര്യന്മാർക്ക് കാശുണ്ടാവാനുള്ളത് തന്നെയാണ്. അതല്ലാണ്ട് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. ശരിയായ രീതിയിൽ കഥാശ്രവണം ചെയ്താൽ മോക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് ഇത്ര ബുദ്ധിമുട്ടണം? എന്തുകൊണ്ടെന്നാൽ കഥാശ്രവണം കൊണ്ട് കോടി യജ്ഞം ചെയ്താലുണ്ടാകുന്ന ഫലം ലഭിക്കുന്ന അശ്വമേധയാകും അതേപോലെയുള്ള യാഗങ്ങൾ, രാജസൂയം പോലെയുള്ളത്, അതിനേക്കാളൊക്കെ ബലമാണ് എന്തിന്? ഭാഗവത കഥാശ്രവണത്തിന്. 57-ാമത്തെ ശ്ലോകം. ഏവം കൃത്വാ വ്രതവിധിം ഉദ്യാപനമധാചരേത് ജന്മാഷ്ടമി വ്രതമിവ കർത്തവ്യം ഫലകാംക്ഷിഭിഃ. ഏവം കൃത്വാ വ്രതം വിധിം ഉദ്യാപനമധാചരേത് ജന്മാഷ്ടമി വ്രതമിവ കർത്തവ്യം ഫലകാംക്ഷിഭിഃ. എന്താർത്ഥം? എത്ര വ്രതങ്ങൾക്കും ഫലസമ്പൂർത്തി ഉണ്ടാകണമെങ്കിൽ ഉദ്യാപനം നടത്തണം. എന്താ ഉദ്യാപനം? ഈ നിയമാനുസരണം കഥാശ്രവണത്തിനായിട്ട് ചെയ്ത ദീക്ഷയെയും വിധിപ്രകാരം അവസാനിപ്പിക്കണം. കഥ കേട്ടത് മാത്രം പോരാ, വിധിപ്രകാരം അവസാനിപ്പിക്കണം. കഥാശ്രവണ ഫലത്തെ ആഗ്രഹിക്കുന്നവർ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി വ്രതത്തെ ഏത് വിധം ആരംഭിച്ച് അവസാനിപ്പിക്കുന്നുവോ ആ വിധം ഭാഗവത കഥാശ്രവണ ദീക്ഷയും ആരംഭിച്ച് അവസാനിപ്പിക്കണം. അഷ്ടമിരോഹിണി വേണ്ട പോലെ നോക്കണം. അതില്ലാതെ കണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അഷ്ടമിരോഹിണി നോക്കില്ല, ഉറിയടിക്കും. ഉറിയടിച്ചിട്ട് കാര്യമില്ല, ഉറിയടിക്കണ്ട. ഉറിയടി പറഞ്ഞിട്ടില്ല ഭാഗവത്തിൽ. ഭഗവാൻ ചെയ്തതൊക്കെ നമ്മൾ ചെയ്തോളണമെന്നില്ല. ഭഗവാനെ അനുമോദിക്കാം, അനുകരിക്കരുത്. അപ്പോൾ പിന്നെ അതിലുള്ള ഒരു ദോഷം എന്താ? സ്ത്രീകളായിട്ട് കൃഷ്ണൻ കെട്ടി, സ്ത്രീകൾ രുക്മിണിയായിട്ട്, ഗോപസ്ത്രീയായിട്ട്, ഒരു സ്ത്രീനെ തലമുടിയൊക്കെ ഇങ്ങനെ പപ്പടം വെച്ച് ഒട്ടിച്ച് സുധാമാവായിട്ട്, അതൊക്കെ മോശമാണ്, ബാലയല്ല അത്. അപ്പോൾ പുരുഷൻ, കഥകളിയിലെ പുരുഷൻ സ്ത്രീ വേഷം കെട്ടിയെന്ന് വരാം, സ്ത്രീ പുരുഷ വേഷം കെട്ടിയെന്ന് വരാം, അത് സാരമില്ല. പക്ഷേ ഈ വ്രതം, അഷ്ടമിരോഹിണി വ്രതം പോലെയുള്ളതിൽ കാഴ്ചക്കാരായിട്ട് നിൽക്കുന്നവരെ പരിഭ്രമിപ്പിക്കാൻ വേണ്ടി സ്ത്രീകൾ കൃഷ്ണൻ കെട്ടിയിട്ട് ഉറിയടിക്കുക എന്ന് പറഞ്ഞാൽ മോശമാണ്. അപ്പോൾ ഏത് വിധം ആരംഭിച്ച് അവസാനിപ്പിക്കുന്നുവോ ആ വിധം ഭാഗവത കഥാശ്രവണ ദീക്ഷയും ആരംഭിച്ച് അവസാനിപ്പിക്കണം. ഇതൊന്നുമില്ലാതെ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ പോയി ഊണ് കഴിച്ചു വന്നു. വായന എങ്ങനെയാണ്? ഗംഭീരം. എന്ത് ഗംഭീരം? കേട്ടിട്ടുണ്ടോ? എന്നോട് ചിലവർ പറയണ്ട, സാറേ പ്രഭാഷണം നന്നായി. നിങ്ങൾ അത്ര പ്രഭാഷണം കേട്ടിട്ടുണ്ട് ചോദിക്കുന്നത്. അവർക്ക് ദേഷ്യം വന്നു വെച്ചാൽ ദേഷ്യം വന്നോട്ടെ. 58-ാമത്തെ ശ്ലോകം. അകിഞ്ചനേഷു ഭക്തേഷു പ്രായോ ന ഉദ്യാപനാഗ്രഹ ശ്രവണേനൈവ പൂതാസ്തേ നിഷ്കാമ വൈഷ്ണവായതാ. എന്താ പറഞ്ഞത്? അകിഞ്ചനേഷു ഭക്തേഷു പ്രായോ ന ഉദ്യാപനാഗ്രഹ ശ്രവണേനൈവ പൂതാസ്തേ നിഷ്കാമ വൈഷ്ണവായത. ഉദ്യാപനം വിധി, അതായത് അവസാനിപ്പിക്കുന്ന വിധി, ഗൃഹസ്ഥന്മാരെ ഉദ്ദേശിച്ചു മാത്രം പറഞ്ഞതാണ്. ഗൃഹസ്ഥന്മാർക്ക് മാത്രം. സന്യാസികൾക്കും എന്താണ് പറയുക, സന്യാസിക്ക് മുമ്പ് വാനപ്രസ്ഥക്കാർക്കും ബ്രഹ്മചാരികളും പ്രശ്നമില്ല എന്നാണ്. വിരക്തന്മാർക്കത് സംബന്ധിക്കുകയില്ലെന്ന് കാണിക്കുന്നു. വിരക്തി വന്നവർക്ക് ഇതൊന്നും ബാധകമല്ല. എന്നാൽ അവർക്ക് ശ്രവണമാവാം, വേണേനി. ധനാദി വസ്തുക്കളെ ഒന്നും സ്വീകരിക്കാതെ പ്രാരബ്ധത്തെ കഴിച്ചുകൂട്ടുന്ന വിരക്തന്മാരായ ഭക്തന്മാരിൽ വ്രത ഉദ്യാപനം വരുത്തണമെന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടാകുകയില്ല. ആഗ്രഹമുള്ളവർക്ക്, നിഷ്കാമകർമ്മം ചെയ്യണവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അതാണ് പ്രശ്നം.
വ്രതോദ്യാപനം വരുത്തണമെന്നുള്ള ആഗ്രഹം തന്നെ ഉണ്ടാവുകയില്ല. അവർ കഥാശ്രവണത്താൽ തന്നെ അന്ധകരണ പരിശുദ്ധി രൂപമായ മഹാബലത്തെ പ്രാപിച്ചിരിക്കുന്നു. ഈ കഥാശ്രവണം എന്തിനാ? പരിശുദ്ധി. എവിടെ പരിശുദ്ധി? അന്ധകരണത്തിന്. അന്ധകരണ പരിശുദ്ധി ഉണ്ടാവാനാണ്. അന്ധകരണ പരിശുദ്ധി ഉണ്ടായാൽ വിചാരിക്കണതൊക്കെ നടക്കും. ഇതര ഫലങ്ങളിൽ ആഗ്രഹമുള്ളവരല്ല വിഷ്ണുഭക്തന്മാർ. വിഷ്ണുഭക്തന്മാരെന്ന് പറഞ്ഞാൽ ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കരുത്. മകൾക്ക് കുട്ടി ഉണ്ടാവണം പറഞ്ഞിട്ട് അമ്മയും, മരുമകൾക്ക് കുട്ടി ഉണ്ടാവണം പറഞ്ഞിട്ട് അമ്മായിയമ്മയും വായിച്ചിട്ട് യാതൊരു കാര്യമില്ല. വിഷ്ണുഭക്തന്മാർ ഇതര ഫലങ്ങളിൽ ആഗ്രഹമുള്ളവരല്ല. അതുകൊണ്ട് അവർ ഉദ്യാപനം അനുഷ്ഠിക്കേണ്ടതില്ല. അപ്പോൾ ആദ്യം നമ്മൾ ആരാണ്? നമ്മൾ വിഷ്ണുഭക്തന്മാരാണോ? ഒരു പ്രശ്നമില്ല. എത്ര ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് പറയണത്. ഇനി 59 എന്താ? ഏവം നഗാഹ യജ്ഞേ അസ്മിൻ സമാപ്തേ ശ്രോതൃഭിസ്തദാ പുസ്തകസ്യ ച വക്തുശ്ച പൂജാ കാര്യാധിഭക്തിതാ. ഏവം നഗാഹ യജ്ഞേ അസ്മിൻ സമാപ്തേ ശ്രോതൃഭിസ്തദാ പുസ്തകസ്യ ച വക്തുശ്ച പൂജാ കാര്യാധിഭക്തിതാ. ഇപ്രകാരം സപ്താഹയജ്ഞം സമാപ്തമായാൽ കേട്ടവരെല്ലാം യഥാശക്തി ശ്രദ്ധാപൂർവം ശാസ്ത്രത്തെയും വായിച്ചു കേൾപ്പിച്ച ആചാര്യനെയും, ഭാഗവത ശാസ്ത്രം എന്നാണ് പറഞ്ഞത്, ഭാഗവത കഥ എന്നല്ല പറഞ്ഞത്, ഭാഗവത ശാസ്ത്രത്തെയും വായിച്ചു കേൾപ്പിച്ച ആചാര്യനെയും ഭക്തിയാ പൂജിക്കണം. ധനധാന്യ ഗോഭൂമി ദാനാദികൾ യഥാശക്തി ചെയ്ത് സന്തോഷിപ്പിക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത്? ധനം, ധാന്യം, പശു, ഭൂമി ദാനാദികൾ. എന്നാ നീ സപ്താഹം വേണ്ടല്ലേ? അപ്പോൾ ധനധാന്യ ഭൂമി ദാനാദികൾ യഥാശക്തി ചെയ്ത് സന്തോഷിപ്പിക്കണം. ഭാഗവതം വായിക്കുന്ന ആചാര്യനിൽ ശ്രീനാരായണൻ മുതലായ ദേവന്മാർ വസിക്കുന്നു. അതാണ് സത്യം. ഭാഗവതം വായിക്കുന്ന ആചാര്യനിൽ നിന്നാണ് പറഞ്ഞത്. ആചാര്യനാണ് വായിക്കേണ്ടത്. ഇന്ന് ആചാര്യന്മാർ വായിക്കില്ല. അപ്പം അതിനൊരു പണിയുണ്ട്. വായിക്കുന്ന ആൾക്ക് ദർശനം കൊടുക്കുക, ആചാര്യന് കൊടുക്കാണ്ടിരിക്കുക. ഇതറിയാം ഇവർ. അപ്പം അവർ തുടങ്ങും. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? എത്ര ആചാര്യന്മാർ വായിക്കുന്നുണ്ട്? വളരെ കമ്മി. അതൊക്കെ പാപം പൂജ, പിന്നെ എന്താ ഹോതാവും, യജ്ഞവേദിയിൽ ഹോതാവ് ആൾക്കത് ആവശ്യമാണ്. കാരണം എന്താ? പ്രൊമോഷൻ കിട്ടണം. എന്ത് പ്രൊമോഷൻ? പൗരാണികനായിട്ട്. പൗരാണികൻ എന്താ ആഗ്രഹം? ആചാര്യനാവണമെന്നാണ്. ഞാനിതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രൊമോഷയിലെ. അപ്പോൾ ഭാഗവതം വായിക്കുന്ന ആചാര്യനിൽ ശ്രീനാരായണൻ മുതലായ ദേവന്മാർ വസിക്കുന്നു. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ലാത്തത്. അപ്പോൾ ആചാര്യൻ വ്യാസരുടെ പ്രതിനിധിയുമാകുന്നു എന്ന് മനസ്സിലാക്കണം. ആചാര്യൻ എവിടെ ഇരിക്കുന്നത്? വേദവ്യാസ പീഠത്തിൽ. അപ്പോൾ ആചാര്യൻ വേദവ്യാസരുടെ പ്രതിനിധിയാണ്. ശുഖബ്രഹ്മർഷി എന്നല്ല പറഞ്ഞത്, വേദവ്യാസരുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പൂജിക്കുന്നത് കൊണ്ട് വ്യാസമുനിയും ശ്രീകൃഷ്ണ ഭഗവാനും പ്രസന്നന്മാരാകുന്നുവെന്ന് പത്മപുരാണത്തിൽ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനിപ്പോൾ ഭാഗവതം തന്നെ വായിക്കണില്ല, പിന്നെ എങ്ങനെയാണ് പത്മപുരാണം വായിക്കുക? ഈ പദ്യങ്ങളെ ഇവിടെ എടുത്തു കാണിക്കാത്തത് ഗ്രന്ഥവിസ്താര ഭയം നിമിത്തമാകുന്നു. അതിനനുയോജ്യമായുള്ള പിന്നെ പത്മപുരാണത്തിലെ ശ്ലോകങ്ങളുണ്ട്. അതിവിടെ വിസ്താര ഭയം കൊണ്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അവിടെ അവസാനിപ്പിക്കാം. ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.